അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടരുതെന്ന് പറഞ്ഞാൽ ചെയ്യാതെ പോകരുത്, കള്ളത്തരം കാണിക്കരുത്, മടി വിചാരിക്കരുത്. എല്ലാവരും ചെയ്യണം. പ്രത്യേകിച്ചും 50, 55, 60 വയസ്സ് കഴിഞ്ഞവർ നിർബന്ധമായും നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങളുടെ കാലിന്, നിങ്ങളുടെ ഷോൾഡറിനൊക്കെ ഉള്ള ഈ ഫ്രോസൺ ഷോൾഡറൊക്കെ പമ്പ കിടക്കും. ഞാനൊക്കെ അതിന് ഉത്തമ ഉദാഹരണമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത്രയും പ്രായമായിട്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഹായ് കൂട്ടുകാരെ, ഒരു കസേരയിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു വർക്കൗട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു 5, 6, 7 മിനിറ്റ് മാക്സിമം മതി. നമുക്ക് അത്രയും ഒരു ദിവസം ചെയ്താൽ മതി. ഇന്ന് നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടാവണം. കാരണം പലർക്കും ബുദ്ധിമുട്ടുണ്ട്, നിന്നുകൊണ്ട് കുറേ എക്സർസൈസ് ചെയ്യാൻ പാടുള്ളവരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു അമ്മൻ്റെ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, മോളെ എനിക്ക് ആഗ്രഹമുണ്ട്, നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാമല്ലോ. ഇരുന്നുകൊണ്ട് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. അധിക സമയം ഞാൻ കളയുന്നില്ല. ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് എൻ്റെ കൂടെ ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും കേട്ടോ. എല്ലാ രോഗങ്ങളിൽ നിന്നും ഒന്നും വേണ്ട. നമ്മുടെ കയ്യും കാലും എല്ലാം നമുക്കൊന്ന് എടുക്കാനും പറക്കാനും ഒന്ന് പറ്റിയാൽ പോലെ, നല്ലതുപോലെ വേദനയില്ലാതെ, അതിന് വേണ്ടി തന്നെ കേട്ടോ. നിങ്ങളുടെ മുട്ടുവേദനയൊക്കെ പമ്പ് കിടക്കും. നമുക്ക് തുടങ്ങാം. ഏറ്റവും ആദ്യം നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മൾ ഇരിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ഇരിക്കുമ്പോഴേ പറ്റുന്നത്രയും ഇങ്ങനെ കുനിഞ്ഞ് അങ്ങനെ ഇരിക്കരുത്. നട്ടിൽ നല്ല നിവർത്തിയിരിക്കണം. പറ്റുമെങ്കിൽ നമ്മുടെ ഈ വലിയ വയറുണ്ടല്ലോ, വയറൊരു സ്വല്പം അകത്തോട്ട് പിടിക്കുക. ഇങ്ങനെ മാക്സിമം പുറത്തോട്ടല്ല, എന്നാൽ പറ്റുന്നത് പോലെ അകത്തോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. അകത്തോട്ട് വലിച്ചു പിടിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇരിക്കുന്നു, കാല് രണ്ടും നിവർത്തിയിരിക്കുന്നു. ഇരിക്കുമ്പോൾ നമ്മുടെ ഇരിക്കാനുള്ള എല്ലുണ്ടല്ലോ, ആ എല്ല് വേണം ഇങ്ങനെ ചെയറിൽ അമർന്ന് ഇരിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നല്ല നട്ടിൽ നിവർത്തി നമ്മൾ നേരെ ഇരുന്നിട്ട് നമ്മൾ ആരംഭിക്കുക. ഏറ്റവും ആദ്യം നമുക്ക് തല മാത്രം നെക്കിന് മുകളിലേക്ക്. അപ്പം ഈ ഇവിടത്തിനുള്ള സ്ട്രെച്ചസ് ആണ്. അപ്പം ഇങ്ങനെ 2 വശത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും നമ്മൾ തല നന്നായിട്ട് ചെയ്യിക്കുന്നു. നമുക്ക് എണ്ണിക്കൊണ്ട് 10 ആയി തുടങ്ങട്ടെ. വലിയ സ്പീഡ് വേണ്ട, എന്നാൽ തീരെ പതുക്കെ അല്ലാത്ത പോലെ. അപ്പം എൻ്റെ കൂടെ തുടങ്ങുമല്ലേ? എൻ്റെ കൂടെ തുടങ്ങണം കേട്ടോ. 1 2 3 4 5 6. ചെറിയ സൗണ്ടൊക്കെ കേൾക്കും നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തു നിന്നൊക്കെ. 7 8 9 10. റിലാക്സ്. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡറിനും കൈക്കും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ കൈ രണ്ട് കൈയും നമ്മൾ ഇങ്ങനെ വെറുതെ അനക്കാതെ ഇവിടെ ഇങ്ങനെ വെക്കുന്നു. വെച്ചതിന് ശേഷം നമ്മുടെ ഷോൾഡർ മാത്രം റൊട്ടേറ്റ് ചെയ്യുന്നു. നമുക്ക് അങ്ങോട്ടും 10 പ്രാവശ്യം, ഇങ്ങോട്ടും 10 പ്രാവശ്യം എണ്ണിക്കൊണ്ട് ചെയ്യാം. എൻ്റെ കൂടെ ചെയ്യണം, സന്തോഷത്തോടെ ചെയ്യണം. ഇതെനിക്ക് ആവശ്യമാണെന്നോർത്ത് സന്തോഷത്തോടെ ചെയ്താൽ ഫലം ഉറപ്പാണ്. 1 2 3 4 5 6 7 8 9 10. തിരിച്ച് 1 2 3 4 5 6 7 8 9 10. ഇപ്പം ഈ ഭാഗത്തുള്ള മൂവ്മെൻറ്റ് എല്ലാം നല്ല സ്ട്രെച്ച് ചെയ്യാനുള്ള എക്സർസൈസായി. നമുക്കിനി ഈ നെക്കും നമ്മുടെ ഷോൾഡറും കൈക്കും എല്ലാം കൂടെ കിട്ടാൻ വേണ്ടി നമ്മുടെ 2 കൈയും നമ്മളിങ്ങനെ നിവർത്തി വെക്കുക. ഇങ്ങനെ നേരെ വെക്കുന്നു. വിരൽ നേരെ വെച്ചിട്ട് വിരൽ പറ്റുമെങ്കിൽ സ്വല്പം അകത്തോട്ട് നമ്മൾ വെക്കണം. ഇച്ചിരി പാടാ. അകത്തോട്ട് വെക്കുമ്പോഴേ നമുക്ക് നമ്മുടെ കൈ മൊത്തം മസിൽ ഇങ്ങനെ നമുക്ക് ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. ഇങ്ങനെ നേരെയല്ല, സ്വല്പം അകത്തോട്ട്. ബുദ്ധിമുട്ടുണ്ട് നമുക്ക്, കുറച്ച് നേരത്തേക്കിന് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ കൈ ഇങ്ങനെ നമുക്ക് തിരിക്കാം കണ്ടോ. ഫുൾ തിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഇങ്ങനെ 10 ടൈം. 1 2 3 4
5 6 7 8 9 10. നിങ്ങളോർക്കും വെറുതെ ഇങ്ങനെ സ്റ്റാറ്റ കൊടുക്കുന്ന പോലെയാണ്. നല്ല നല്ല സ്ട്രെയിൻ ഉണ്ട്. നമ്മൾ അങ്ങനെ കൈവിരൽ ഇങ്ങനെ അകത്തോട്ട് പിടിക്കുമ്പോൾ നമുക്ക് നല്ലവണ്ണം നമുക്ക് കൈക്ക് നല്ല വേദന അനുഭവപ്പെടും. അപ്പം നമ്മൾ ഒരു മിനിറ്റ് സെക്കൻഡ് നേരം നമ്മൾ വിശ്രമിക്കുന്നു. നമ്മൾ എത്രയും ആയില്ലേ. ഇനി നമുക്ക് നമ്മുടെ നടുവിനും നമ്മുടെ വയറിനും ഒക്കെ ഇത് കിട്ടാൻ വേണ്ടി നമുക്ക് ഇനിയും ഉള്ള എക്സസൈസ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ കാല് മുന്നോട്ട് വെച്ച് നിവർത്തുക. 2 കാലൂടെ ഒന്നിച്ച് നമുക്ക് ഉയർത്താം. ഇത് ചെയ്യാതിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാകാൻ ഇച്ചിരി വിഷമം കാണും. അങ്ങനെയുള്ളവർ കസേരയെ പിടിച്ചോണ്ട് നോക്കിക്കേ. 1 2 അങ്ങനെ നമുക്ക് ചെയ്യാം. തുടങ്ങാം. കസേരയിൽ ഇങ്ങനെ പിടിച്ചാൽ മതി, സപ്പോർട്ടിന് പിടിച്ചാൽ മതി. ഇപ്പം നല്ല നമുക്ക് 1 നമ്മുടെ വയറിനും ഇവിടത്തിനൊക്കെ നല്ലതാണ്. 2 3 4 5 6 7 8 9 10. ഇനിയും വേറെ കാര്യം, ഇങ്ങനെ 2 കാലം ഉയർത്താൻ പറ്റത്തില്ലാത്തൊരു ഒട്ടും വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഒരു കാലം നമുക്ക് ഉയർത്താമല്ലോ. ഒരു കാലം 1 2 കണ്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ ഉയർത്തുമ്പോൾ കാല് നിലത്ത് കുത്തണ്ട. നിലത്ത് കുത്താതെ തന്നെ നമുക്ക് 10 ടൈം ചെയ്യാം. അതാണ് കുറച്ചുകൂടെ എഫക്റ്റ്. ആദ്യം നമുക്ക് ചെയ്യാൻ ഏറ്റവും ആദ്യം തുടങ്ങുന്നവരാണെങ്കിൽ കാല് നിലത്ത് തന്നെ കുത്തി തുടങ്ങുവാണേ. 10 ടൈം. 1 നിവർത്തി തന്നെ വെക്കണേ. 2 ഞൊട്ട കേൾക്കുന്നുണ്ട് കാലിനകത്തുനിന്ന്. 3 അതുകൊണ്ട് കാലിനെല്ലാം എന്തെങ്കിലും പറ്റുന്നൊന്നും ആരും ഓർത്ത് പേടിക്കണ്ട, ഒന്നും സംഭവിക്കത്തില്ല കേട്ടാ. 4 5 6 7 8 9 10. ഇനി ഈ കാര്യം അതുപോലെ തന്നെ 10 ടൈം. 1 2 3 നമ്മളിങ്ങനെ നിലത്ത് കുത്താതെ ചെയ്യുമ്പോൾ നല്ല സ്ട്രെയിൻ, നമുക്ക് നല്ല വേദന, കാലിന് നല്ല ബുദ്ധിമുട്ട് പോലെ തോന്നും. അങ്ങനെ ഉണ്ടാവണം. 5 6 7 8 9 10. ഇനി ഒട്ടും പറ്റുന്നില്ല, നമുക്ക് നമ്മളെ കാലിങ്ങനെ നമുക്ക് ഉയർത്താൻ പറ്റത്തില്ലാത്ത, ഇതുവരെയും ചെയ്യാതെ അങ്ങ് സ്റ്റിഫായിട്ടിരിക്കുന്ന, അല്ല വേദനയായിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ നമുക്കൊരു പണിയുണ്ട്. ഇവിടെ ഇങ്ങനെ പിടിച്ചോ. 1 2 കണ്ടോ, ഒരു പ്രശ്നവുമില്ല. 3 സെയിം എഫക്റ്റ് കിട്ടും. 4 5 6 7 8 9 10. അടുത്തത് കാല് സ്വല്പം നമ്മളിങ്ങനെ സ്വല്പം നമുക്ക് മാക്സിമം കാല്, മാക്സിമം അല്ല, ഒരു കുറച്ച് നമ്മളിങ്ങനെ വൈഡായിട്ട് നമ്മൾ കാലിങ്ങനെ അകത്തി വെക്കും. നമ്മൾ നിവർന്നിരുന്നിട്ട് ഈ കാല് നമ്മൾ മുമ്പത്തെ പോലെ ഉയർത്തി വെച്ചിട്ട് നമുക്ക് ഈ കാല് ഇങ്ങനെ മാക്സിമം എന്തേലും നീക്കാവോ അത്രയും. 1 2 ഇവിടെ വേണേ പിടിച്ചു. 3 4 5 ഈ ഹിപ്പിനൊക്കെ ഒത്തിരി നല്ലതാണ്. 6 7 8 9 10. അതുപോലെ തന്നെ നമുക്ക് ഈ കാര്യം അങ്ങനെ തന്നെ ചെയ്യാം. വേണമെങ്കിൽ നമുക്കിത് സപ്പോർട്ട് പിടിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് കുറയും. 1 2 കണ്ടി ഇങ്ങനെ പിടിച്ചാൽ മതി. 2 3 കാലം തന്നെ തൂത്തരുതേ. 4 5 6 എന്തേലും വേണമെങ്കിൽ നമുക്ക് കാലിങ്ങനെ വൈഡാക്കാം പറ്റുന്ന പോലെ. 6 7 8 9 10. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുട്ടിന് വേദനയും നിങ്ങളുടെ ഹിപ്പിന്റെ ഇവിടെയൊക്കെയുള്ള വേദനയൊക്കെ പമ്പ് കിടക്കത്തില്ലേ. കൃത്യമായിട്ട് കറക്റ്റ് ചെയ്തിട്ട് അറിയിച്ചേക്കണം. ഇത് ഉറപ്പായിട്ടും എൻ്റെ കൂടെ നിങ്ങൾ ചെയ്തു പോകണം കേട്ടോ. കള്ളത്തരത്തി തോണ്ടി നോക്കി വിട്ടേച്ച് പിന്നെ ചെയ്യാൻ വിചാരിച്ചിരുന്നേക്കരുത്. കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് എങ്ങും പോകണ്ട. എവിടെ ഇരിക്കുന്നോ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അവിടെ ആയിരുന്നുകൊണ്ട് ചെയ്യാം. നമുക്കിനി അടുത്തത്
ഇപ്പം ഞാൻ ഈ ചെയ്ത എക്സസൈസിലെ ആ സെയിം എക്സസൈസ് മുമ്പത്തെ പോലെ ഇങ്ങനെ നമുക്ക് ഇത് പിടിച്ചോണ്ട് ചെയ്യാം. 1 കണ്ടോ, ഇച്ചിരി നമുക്ക് ആ ബുദ്ധിമുട്ട് കുറയും. 3 4 5 ആദ്യം ഇങ്ങനെ ചെയ്ത് ശീലിച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ മിടുക്കരാകും, നിങ്ങൾ പ്രാപ്തരാകും. നമുക്ക് മുമ്പത്തെ പോലെ സ്വല്പം കാല് ഇങ്ങനെ അകത്തി വെച്ചിട്ട് ഫുൾ നമുക്ക് ഇത് സ്ട്രെയിൻ കിട്ടാൻ വേണ്ടിയുള്ളതാണ്. ഫുള്ള് ഈ വശം മൊത്തം. അതിനുവേണ്ടി നമുക്ക് നേരെ താഴേക്ക് ഇങ്ങനെ ഇരിക്കാമല്ലോ. ഇരിക്കാൻ പറ്റുമോ? ഞാൻ 2 കൈയും കുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ പറ്റുമോ അതുപോലെ നിങ്ങൾ ഇരിക്കുന്നു. ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കൈ ഇടത്ത് കൈ തറയിൽ ഉറപ്പിച്ചിട്ട് വലത്ത് കൈ മാക്സിമം ഉയർത്തണം, മാക്സിമം സീലിംഗിൽ. അങ്ങനെ ഇത് കാണുന്ന പോലെ അത്ര എളുപ്പമല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ചെയ്യണേ. 3 ഫാൻ കാണണം, മുകളിലത്തെ ഫാൻ ഫുൾ കാണണം. 5 6 7 8 9 10. റിലാക്സ്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, സാരമില്ല. പറ്റുന്നത് പോലെ ഉയർത്തിയാൽ മതി. ഇത്രയും ഉയർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഇത്രയും ചെയ്യാമല്ലോ. അത് കഴിഞ്ഞ് ഇങ്ങനെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ നേരെ തിരിച്ച് ഈ കൈ തറയിൽ താത്തി പിടിച്ചിട്ട് വലത്തെ കൈ ഇടത്തെ കൈ ഉയർത്തുന്നു. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. കഴിഞ്ഞ ദിവസവും നിങ്ങളോട് പറഞ്ഞു ഇരുന്നു കൊണ്ട് ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ പറ്റുന്ന ഒരു വ്യായാമ മുറയെക്കുറിച്ച്. അത് നിങ്ങൾക്ക് നിസ്സാരമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിസ്സാരമല്ല, അതുപോലെ എഫക്റ്റീവാണത് കേട്ടോ. ഏതാണ് അതിൻ്റെ പേര്? സോളിയസ് പുഷപ്സ് അല്ലെങ്കിൽ കാഫ് മസിൽ വർക്കൗട്ട്. കാഫ് മസിൽ വർക്കൗട്ട് എന്താണ് ചെയ്യുന്നത്? ഈ മസിലിനെ പ്രവർത്തിപ്പിക്കുക അല്ലേ? നമ്മുടെ ബ്ലഡ് ഷുഗറിനെ ഏറ്റവും എളുപ്പം കുറയ്ക്കാൻ പറ്റുന്ന. അപ്പം എന്ത് ചെയ്യണം? ഉപ്പൂറ്റി ഉയർത്തുക നല്ലതുപോലെ. ഇങ്ങനെ അതെത്ര വേണേലും നമ്പർ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എണ്ണിക്കോ. 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് പറ്റുന്ന പോലെ, അല്ലെ 50 ടൈം 20 ടൈം. അങ്ങനെ നമുക്ക് 20 ടൈം പുഷപ്പ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ഇല്ലേ? 20 ഏറ്റവും കുറവാണ്. ഇത് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിൽ എവിടെ ഇരിക്കുമ്പോഴും നിങ്ങൾ ചെയ്തോണം. ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണ്. മറന്നു പോകുന്നത്. നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ വരാതിരിക്കാൻ വേണ്ടി ഈ ഭാഗത്തിന് എക്സസൈസ് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നില്ലേ? നമുക്ക് അതുകൂടെ ഫ്രീ ആയിട്ട് ഇരുന്നോട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഈസി അല്ലായിരുന്നോ? അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടരുതെന്ന് പറഞ്ഞാൽ ചെയ്യാതെ പോകരുത്, കള്ളത്തരം കാണിക്കരുത്, മടി വിചാരിക്കരുത്. എല്ലാവരും ചെയ്യണം. പ്രത്യേകിച്ചും 50, 55, 60 വയസ്സ് കഴിഞ്ഞവർ നിർബന്ധമായും നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങളുടെ കാലിന്
നിങ്ങളുടെ ഷോൾഡറിനൊക്കെ ഉള്ള ഈ ഫ്രോസൺ ഷോൾഡറൊക്കെ പമ്പ കിടക്കും. ഞാനൊക്കെ അതിന് ഉത്തമ ഉദാഹരണമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത്രയും പ്രായമായിട്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അനുഭവപ്പെട്ടു. എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വലുത് ദോഷം. ഞാൻ കൊച്ചു പിള്ളേർ വന്ന് കുത്തിമറിഞ്ഞ് കാണിക്കുന്നവരല്ല, നിങ്ങളെ പോലെ പ്രായമുള്ളത് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. പലരും പറയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല, ചെയ്യാൻ അങ്ങോട്ട് അങ്ങോട്ട് വരുന്നില്ല, സമയമില്ലെന്നൊക്കെയാണ് പറയും. ഇത് ചെയ്യാൻ എന്നാ സമയം വേണം? എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ച് ഉടനെ ചെയ്യണ്ട. ഭക്ഷണം കഴിച്ച് ചെയ്താലും വിലങ്ങാനൊന്നും ഇല്ല. എങ്കിൽ പോലും പറ്റുന്നത് പോലെ നിങ്ങൾ ഏതെങ്കിലും സമയം കണ്ടെത്തി ദിവസവും ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്താൽ മാത്രം പോരാ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ നല്ലതല്ല നിങ്ങളുടെ കമൻസ് ഒക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു.